ഹേ ദർ, വെൽക്കം ബാക്ക് ടു ട്രെയിൻ ലോജിക്സ്. നമുക്കിന്ന് മാർക്കറ്റിൻ്റെ ഡെയിലി ക്യാൻഡിൽസിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽസിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ മാർക്കറ്റിൽ നല്ല രീതിക്കുള്ള സെൽ ഓഫ് നടന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി നിഫ്റ്റിയേക്കാളും ബാങ്ക് നിഫ്റ്റിയാണ് കുറച്ചുകൂടെ വീക്ക് എന്ന് പറയാം. കാരണം നല്ല രീതിക്കുള്ള ട്രെൻഡ് റിവേഴ്സിലൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല രീതിക്കുള്ള സ്വിങ് ഹൈയും സ്വിങ് ലോയൊക്കെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിമ്പിൾ മൂവിങ് ആവറേജ് 20യും ബ്രോക്കായി താഴെ ക്ലോസ് ആയിട്ടുണ്ട്. സോ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി അടുത്ത് നമുക്കൊരു പോസിറ്റീവ് ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് അതിന് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു അനിശ്ചിതാവസ്ഥ നമുക്ക് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇലക്ഷൻ വന്നതിന് ശേഷം മിക്കവാറും നമുക്കൊരു യൂണി ഡയറക്ഷൻ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം BJP അധികാരം നിലനിർത്തുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള കണ്ടീഷനിൽ മാർക്കറ്റ് ബൂമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അഥവാ ഒരു അധികാര കൈമാറ്റം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അനിശ്ചിതാവസ്ഥ പ്രാബല്യത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാം വെദർ നമുക്ക് ഇപ്പോൾ ഉള്ള സ്റ്റോക്കുകളൊക്കെ ഹോൾഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത് കാര്യം ഇനിയും ഞാനും കുറച്ചധികം ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ അനുസരിച്ച് ഞാൻ എന്തായാലും ഇലക്ഷൻ്റെ റിസൾട്ട് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം തന്നെ ആയിരിക്കും ഞാനതിനെ ലോസ് ബുക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയണമെന്നൊക്കെ ആലോചിക്കുക. അപ്പോൾ പ്രോഫിറ്റ് ആയിരുന്നാലും ലോസ് ആയിരുന്നാലും നമുക്ക് ഇലക്ഷൻ്റെ റിസൾട്ടിന് ശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും ഉചിതമായ നടപടി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ സ്റ്റോക്ക് ആയിരിക്കും എല്ലാവരും ഇപ്പം പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ലോങ് ടൈമിലത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് വരത്തക്ക വിധത്തിൽ അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് സെല് ചെയ്ത് മാറാവുന്നതാണ്. അങ്ങനൊരു ട്രേഡിംഗ് പ്ലാൻ കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് അതുപോലെ തന്നെ US മാർക്കറ്റും കൂടെ നമുക്ക് വാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബൈ സൈഡിൽ നമുക്ക് US മാർക്കറ്റിൻ്റെ മൊമെൻറ്റും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ എന്തെങ്കിലും മൊമെൻറ്റം ഗ്ലോബലി സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നിലവിലുള്ള കണ്ടീഷൻ അനുസരിച്ച് പുട്ട് സൈഡിൽ പ്രീമിയം കൂടുതലാണ്, പക്ഷേ കോൾ സൈഡിൽ പ്രീമിയം നല്ലോണം കുറവാണ്. അപ്പോൾ ഈ പൊസിഷൻസ് ഒന്ന് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസസ് ആർ ഹൈ ആണ്. അപ്പോൾ ഏത് സമയം വേണമെങ്കിലും ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ കണ്ടീഷൻ നമുക്ക് വാച്ച് ചെയ്യാം. നിഫ്റ്റി കണ്ടീഷനിൽ ഒരു നല്ല രീതിക്കുള്ള സപ്പോർട്ടായിരുന്നു 22,300 ലെവൽ. അത് ബ്രോക്കായി, പക്ഷേ എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ നാളത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല. നാളെ ഗ്യാപ്പ് ഡൗൺ തരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് നല്ലൊരു റെസിസ്റ്റൻസ് പോയിൻ്റായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഹൈ ആണ്. അപ്പോൾ നാളെ എക്സ്പയറിയും കൂടെയാണ്. സോ അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റും നമുക്ക് പ്രതീക്ഷിക്കാം. US നോക്കാം. US മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ US മാർക്കറ്റ് അപ്സൈഡ് കാണിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ടൈം ഹൈയിൽ നിന്ന് വീണ്ടും നല്ല രീതിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് താഴോട്ട് വരുന്നുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ നിന്ന് പോസിറ്റീവിലോട്ട് ഇത് ക്യാൻഡിൽ കൺവേർട്ട് ആയി കഴിഞ്ഞാൽ നാളെ ഒരു ബൂമിങ് കാണാം. ഇന്ത്യ വിക്സ് നമുക്ക് നോക്കാം. ഇന്ത്യ വിക്സ് ഹെവി ആയിട്ട് സ്പൈക്ക് ആയിട്ടുണ്ട്. 17 അടുപ്പിച്ചെത്തിയിട്ടുണ്ട്. 17 എന്ന് വെച്ചാൽ നല്ല ഹൈയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു അനിശ്ചിതാവസ്ഥയാണ് മാർക്കറ്റിൽ ഉള്ളത്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഇന്ത്യ വിക്സ് സ്പൈക്ക് ആയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. മേജർ സ്റ്റോക്കായ റിലയൻസിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. റിലയൻസ് ഒരു സ്വിങ് ലോ ബ്രോക്കായി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സ്റ്റാർട്ടായിട്ടുണ്ട് റിലയൻസിൽ. HDFC എന്തായാലും നോക്കാം. HDFCയിലാണെന്നുണ്ടെങ്കിൽ HDFCയിലും ചെറിയൊരു നെഗറ്റീവ്നെസ് ആണ് കാണുന്നത്. ബജാജ് ഫിനാൻസ് എന്താണെന്ന് നോക്കാം. ബജാജ് ഫിനാൻസ് മുമ്പ് വരച്ച ട്രേഡിംഗ് സോണിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. വൺസ് ഇത് പ്രോപ്പറായിട്ട് ബ്രോക്കൗട്ട് ആയാലേ നമുക്ക് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി അതിനകത്ത് കിട്ടുള്ളൂ. 10-year ബോണ്ട് എന്താണെന്ന് നോക്കാം. 10-year ബോണ്ടിൽ 10-year ബോണ്ട് ഡൗൺ സൈഡ് പോകുന്നുണ്ട്. ഇത് ഇന്ത്യൻ മാർക്കറ്റിന് അനുയോജ്യമായ കണ്ടീഷനാണ് 10-year ബോണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.